ഇവിടെ ഇപ്പോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം നടന്നോളൂ. സത്യം പറഞ്ഞ ആ മോഹനമാമൻ ഇത്രയും വലിയൊരു ഭാരം അമ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തപ്പോ ഞാനും ഒന്ന് പേടിച്ചു. ഇപ്പോ സൂര്യയുടെ അഭിയുടെയും വാക്കുകൾ കേട്ടപ്പോ എല്ലാം നടക്കുന്നൊരു ശുഭപ്രതീക്ഷ. നടക്കും മായച്ചി. ഞാനും സൂര്യേട്ടനൊന്നും ഒന്നുമില്ലാത്തവരൊന്നും അല്ലല്ലോ. അതിപ്പം ബാമയുടെ കാര്യമാണെങ്കിലും ഈ കുടുംബത്തിലെ മറ്റൊരാളുടെ കാര്യമാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. അതേ മായേച്ചി, ദൈവാനുഗ്രഹം കൊണ്ട് ആവശ്യത്തിലധികം സമ്പത്ത് ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണമെന്ന മോഹമൊന്നും എനിക്കും അഭിയേട്ടനും ഇല്ല. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഭാനുവിനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുമ്പോ 4 ഭാഗത്തു നിന്നും ചോദ്യം വരും. അവരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് കൂടി കണ്ടുവെച്ചോളണം. ആര് വേണമെങ്കിലും വരട്ടെ ഭാമേച്ചി, അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കൊടുത്തോളാം. ആര് ചോദിക്കാനാ ബാമേ? കൂടിപ്പോയാൽ നമ്മുടെ അമ്മ ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ അരിമാമനും ഭാര്യയും ചോദിക്കും. അവർക്കുള്ള മറുപടി ഞാൻ എപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടിപ്പോ നമുക്ക് പ്രധാനം ഭാനുവിന്റെ കല്യാണമാണ്. അതെങ്ങനെയാ നടക്കേണ്ടെന്ന് അഭി വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഭാവനയോടൊന്നു പോയി സംസാരിച്ചാലോ? സംസാരിക്കാൻ അയച്ചി. സേതു എന്നെ ഭരത്തിനും കൂടെ വിളിക്കാം. സൂര്യട്ടനും കൂടി വരേണ്ടതായിരുന്നു. നമ്മൾ എടുക്കുന്ന എന്ത് തീരുമാനത്തിനും കൂടെയുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ? ഭാവന വിളിച്ചു പറഞ്ഞോളൂ. നീ പോയി അമ്മയെ കൂടി വിളിച്ചോണ്ട് വാ. നിങ്ങൾ വാ. ഈശ്വര, ജയേഷന്റെ വീട്ടുകാരെ അപമാനിച്ചു വിട്ടത് പ്രശ്നമാവോ? ഭാനുവിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണോ? ഇനി ജയേഷ് വാക്ക് മാറ്റി പറയൂ? ഈ അപമാനം ഒരിക്കലും സഹിക്കില്ല. എന്തുപറ്റി? എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങള് ഭാനുവിന്റെ കാര്യത്തില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ചർച്ചയിലായിരുന്നു ഭാവന. അതെ ഭാവനജി, ഭാനുവിന്റെ കല്യാണം നടത്താൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോ പിന്നെ വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? ദേ സേതോടിനും ഭരത്തും വന്നു. അപ്പോ സൂര്യ വേണ്ടേ മായേച്ചി? നമ്മളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും സൂര്യ ഓക്കെ ആണെന്ന് അഭിയോട് പറഞ്ഞിട്ടാ പോയെ. അതെ ചേച്ചി. നിങ്ങൾ ഇത്ര പെട്ടെന്നൊരു തീരുമാനമായിട്ട് വരുന്നു ഞാൻ വിചാരിച്ചില്ല. പലർക്കും പല പല ആവശ്യങ്ങളുണ്ടല്ലോ ചേച്ചി. ഇതിപ്പോ എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ. അതും ശരിയാ. ചേച്ചി ഒരു കാര്യം ചെയ്യേ, സൂര്യനെ വിളിച്ച് ഫോൺ ഒന്ന് സ്പീക്കറിലിട്ടെ. അപ്പൊ പിന്നെ പിന്നീട് പറയാൻ നിൽക്കണ്ടല്ലോ. ഹലോ സൂര്യ. എന്താ ഭാവന? സൂര്യ, ഇപ്പോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. നമ്മളോട് ഇവർക്ക് എന്തോ പറയണമെന്ന്. ഞാൻ അഭിയോട് പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ഞാൻ കൂടെ ഉണ്ടെന്ന്. അല്ലേട്ടാ, എന്നാലും ശബ്ദം കൊണ്ടെങ്കിലും ഏട്ടൻ കൂടെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങളുടെയൊക്കെ ധൈര്യം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്താ പറഞ്ഞു? അഭി പറഞ്ഞു. സൂര്യ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. എടാ, ഞങ്ങൾ ഈ പറയുന്ന രീതി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഏട്ടനും ഭാവനേച്ചും കൂടെ പോയി ആ ജയേഷിനോടൊന്ന് സംസാരിക്കണം.
ശരി സൂര്യ, ബാക്കിയെല്ലാം ഭാവന വിശദമായിട്ട് പറയും. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഓക്കെയാണ് ഭാവന. നമ്മൾ പ്ലാൻ ചെയ്തതും ഇതുപോലെ തന്നെയാണല്ലോ. അതെ സൂര്യ. അപ്പൊ പിന്നെ ഇതങ്ങ് ഫിക്സ് ചെയ്തോ ഭാവന. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ശരി സൂര്യ, ഞാൻ ഫോൺ വയ്ക്കാം. ആ ശരി. അമ്മയ്ക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്റെ എല്ലാ മക്കൾക്കും ഒരേ മനസ്സോടെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ലേ? സന്തോഷമുണ്ട്. ദേ ഭാനു വന്നതെന്നെല്ലാം കേൾക്കുന്നുണ്ട്. ആഹാ. ഡേ, നീ വന്നേ. ദേ, കണ്ടല്ലോ, നീ ഇഷ്ടപ്പെട്ട പയ്യനെ തന്നെ നിനക്ക് കല്യാണം കഴിച്ച് തരാൻ പോയി ഞങ്ങള്. ദേ, ഇനി ഞങ്ങളാരും നിന്നെ മൈൻഡ് ചെയ്തില്ലെന്ന് പറയില്ലല്ലോ. ഭാനു ഹാപ്പിയാ ചേച്ചി. ഇതുപോലുള്ള ഒത്തൊരുമ കാണുമ്പോ ആരാ ഹാപ്പി ആവാത്തത്? അത് ശരിയാണ് ചേച്ചി. ഈ കൂട്ടുകുടുംബത്തിന്റെ ശക്തി അറിയുന്നേ ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ്. എന്താ വേണ്ടതെന്ന് ഭാവന ചേച്ചി തന്നെ തീരുമാനിക്കും. നാളത്തെ എന്റെയും സൂര്യയുടെയും ജോലി തന്നെ അതാണല്ലോ അഭി. മതി, കേറി വാ എല്ലാരും. വാ. സൂര്യ, ഞാൻ കരുതി താൻ ഡിസ്കഷൻ കഴിഞ്ഞ് കിടന്നിട്ടുണ്ടാവുമെന്ന്. ഏയ് ഇല്ല സൂര്യ, നാളെ തന്നെ ജയേഷിനെ ഒന്ന് കാണുന്ന കാര്യം ആലോചിക്കായിരുന്നു. അതിനിപ്പോ എന്താ, താൻ രാവിലെ റെഡിയായി നിന്നാ മതി, ഞാൻ എത്തിക്കോളാം. ജയേഷ് ഇതൊരു ഫോൺ എടുത്തിട്ടില്ല സൂര്യ, തിരിച്ചു വിളിച്ചിട്ടുമില്ല. അപ്പോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നൊക്കെ വെറുതെ ആവോ? ഏയ് അങ്ങനൊന്നും ചിന്തിക്കണ്ട സൂര്യ. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് അവനെ കണ്ടേ പറ്റൂ. ഭാനുവിനെ കൊണ്ടൊന്ന് വിളിപ്പിച്ച് നോക്ക് ഭാവന. ഏയ് അത് വേണ്ട സൂര്യ. നാളെ നമ്മൾ നേരിട്ട് അവനെ കാണുന്നത് വരെ ഭാനുവായിട്ട് അവൻ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. എന്തായാലും ഇതുവരെ ആയില്ലേ, നാളെ ഞാൻ വന്നിട്ട് ഒന്നുകൂടി അവനെ വിളിക്കാം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോവാം. ഇവിടെ ഇപ്പോ എല്ലാരും നല്ല സന്തോഷത്തിലാ സൂര്യ. പക്ഷെ എനിക്കങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്ന പോലെ. എനിക്കും അങ്ങനെ തോന്നി ഭാവന. അവൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ ഫ്രോഡുകളി കളിക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. 1 കോടി കൊടുത്ത് MBBS സീറ്റ് കൈക്കലാക്കിയ അച്ഛന്റെ മകനല്ലേ. അപ്പൊ പിന്നെ അത്രയ്ക്കുള്ള അറിവും വിവരവും ഒക്കെ കാണുള്ളൂ. അതെ സൂര്യ, ഭാനു ഇതുപോലൊരു കുരുക്കിൽ പെട്ടില്ലായിരുന്നെങ്കിൽ കൈക്കൂലി കൊടുത്താണ് സീറ്റ് വാങ്ങിയതെന്നറിഞ്ഞ ആ നിമിഷം തന്നെ ഞാൻ അവനോട് പോവാൻ പറയുമായിരുന്നു. നോക്കാം ഭാവന. തുടക്കത്തിലാവുമ്പോ അവനെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. വൈകിപ്പോയാൽ പിന്നെ പാടാണ്. ശരി സൂര്യ, അപ്പൊ നാളെ കാണാം. ഞാൻ റെഡിയായിട്ട് നിൽക്കാം. വേറെ ആരെങ്കിലും കൂടെ കൊണ്ടുപോകണോ? ഏയ് അതൊന്നും വേണ്ട. ആദ്യം നമുക്ക് അവനെ ഒന്ന് കാണാം, എന്നിട്ട് മതി ഇനി സംസാരം. ശരി ഭാവന. ശരി. ആദ്യമായിട്ട് ജയേഷിനെ കാണുന്ന ഫീലോടെ അമ്മേ ഞാൻ പോകുന്നത്. അതെന്താ? നമ്മൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ പലതവണ ജയേഷിനെ വിളിച്ചതാ. പക്ഷെ അവൻ ഫോൺ എടുത്തില്ല, തിരികെ ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. അതെന്താ അങ്ങനെ? ഇനി മനഃപൂർവ്വമാണോ ഫോൺ എടുക്കാത്തെ? അറിയില്ല മായേച്ചി, ഫോൺ എടുക്കാതിരിക്കാൻ മാത്രം നമ്മൾ അവരോട് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അവന്റെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നിയിട്ടും സഹിച്ചു പിടിച്ച് നിന്നവളാ ഞാൻ.